ഹായ് മൈ എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പടം. നമ്മൾ ഇന്ന് നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കറിയാം ഇതിനു മുമ്പ് നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറും ആൻഷ്യന്റ് ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മൾ ഇന്ന് മോഡേൺ ഹിസ്റ്ററിയാണ് പോകുന്നത് കേട്ടോ. അതിനിടയിൽ ഒരു മെഡീവൽ ഹിസ്റ്ററി ഉണ്ട്, 5 ക്ലാസ് മെഡീവൽ ഹിസ്റ്ററി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മോഡേൺ ഹിസ്റ്ററിയുടെ കൂടെ അതിന് ഇടയ്ക്കായിട്ട് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അത് കണ്ടു തീർക്കണം. അതുപോലെ തന്നെ മെഡീവൽ ഹിസ്റ്ററിയുടെ മെറ്റീരിയൽ ഞാൻ ഗ്രൂപ്പിൽ അയക്കാം. ഇന്ന് എടുക്കാൻ പോകുന്ന മോഡേൺ ഹിസ്റ്ററിയുടെ മെറ്റീരിയലും ഗ്രൂപ്പിൽ അയക്കാം. ടെലിഗ്രാം ഗ്രൂപ്പിലാണ് അയക്കുന്നത്. അതിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി അഥവാ അതിലൂടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള നമ്പറുമായിട്ട് 8590840250 എന്നുള്ള ഈ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതിലൂടെയാണ് ക്ലാസ്സിലെ ലിങ്കും പ്രൊവൈഡ് ചെയ്യാറുണ്ട്, കൂടാതെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നൽകുന്നത് അതിലൂടെയാണ് കേട്ടോ. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ ആരും കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കാണാവുന്നതാണ്. കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കണ്ടു തീർക്കുക. സബ്ജക്ട് വൈസ് ആയിട്ട് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഹിസ്റ്ററി, ഇപ്പൊ നമ്മൾ എടുക്കുന്ന ആൻഷ്യന്റ് ഹിസ്റ്ററി, മെഡീവൽ ഹിസ്റ്ററി, അങ്ങനെ ആർട്ട് ആൻഡ് കൾച്ചർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒറ്റ ലിങ്കിൽ തന്നെ എല്ലാ ക്ലാസ്സും കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. മോഡേൺ ഹിസ്റ്ററി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്, ഇപ്പൊ മോഡേൺ ഹിസ്റ്ററി ആൻഷ്യന്റ് മെഡീവൽ പറഞ്ഞതുപോലെയല്ല, കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് കൂടുതൽ ടോപ്പിക് അതിൽ വായിക്കാനും പഠിക്കാനും ഉണ്ട്. പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ്, പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ കടന്നു പോകുള്ളെങ്കിൽ തീരുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കാം. അതിൽ ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഡ്യൂറിങ് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ഉണ്ട്, കൺസോളിഡേഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ ഇന്ത്യ, അങ്ങനെ തുടങ്ങിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ആയിരിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ഏകദേശം ഒരു 10-23ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കിടക്കുന്നതെന്ന് പറയുന്നത്, ഇപ്പം ഫ്രീഡം കിട്ടുന്നത് വരെയുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് പിന്നെ 14 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, പിന്നെ അതിന് ശേഷം വരുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് പറയാണ്. ഇപ്പൊ പ്രസിന്റെ അവസ്ഥ എന്താണ്, ബ്രിട്ടീഷുകാരുടെ പോളിസീസ്, ഗവർണർ ജനറൽസ്, അങ്ങനത്തെ ടോപ്പിക്കുകളാണ് പിന്നീട് നമ്മൾ പറയുന്നത്. നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഇന്ത്യ ഡ്യൂറിങ് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞു പോവുക. അത് ഓരോ ചാപ്റ്റേഴ്സ് അതിന്റെ കൂടെ വായിക്കുക. ഇതിന്റെ കൂടെ തന്നെ സ്പെക്ട്രം ഹിസ്റ്ററിയും വായിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ അതിന്റെ കൂടെ ഒന്ന് വായിച്ചു തീർക്കണം കേട്ടോ. അപ്പൊ നമ്മൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂലാണ് ടോപ്പിക്കും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനി നിങ്ങൾക്ക് മെയിൻസും അടക്കം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ട് ഒരു പഠനം ആഗ്രഹിക്കുന്ന ആളുകളാണ്, സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ പ്ലസ് PCM പ്രോഗ്രാം ഉണ്ട്. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയ NCERT മുതൽ തുടങ്ങിയിട്ട് PCM പ്രിലിംസ് കം മെയിൻസ് പ്ലസ് ഇന്റർവ്യൂ വരെയുള്ള സിലബസ് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്, മെറ്റീരിയൽ, ടെസ്റ്റുകൾ, അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. പുതിയ ബാച്ച് ഇപ്പൊ 2025 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആള് 8590840250 നമ്പറിലോട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഒരു സ്പെഷ്യൽ ഓഫറിൽ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും, താല്പര്യമുള്ള ആൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മോഡേൺ ഹിസ്റ്ററിയിലോട്ട് പോകാം. മോഡേൺ ഹിസ്റ്ററിയിലോട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇവിടെ അല്ലെങ്കിൽ യൂറോപ്യൻസ് ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. യൂറോപ്യൻസ് ഇന്ത്യയിലോട്ട് മുമ്പ് ഇവിടെ പല ആളുകളും ഓൾറെഡി കച്ചവട ആവശ്യാർത്ഥം പല ആവശ്യാർത്ഥം ഇവിടെ വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ യൂറോപ്യൻസ് എന്തുകൊണ്ട് ഇന്ത്യയിലോട്ട് അവർ വന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലോട്ടുള്ള പാത അവർ എന്തുകൊണ്ട് കണ്ടെത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂറോപ്യൻസ് അഡ്വന്റ് ഇന്ത്യ ഒന്ന് പറയുന്ന യൂറോപ്യൻസിൽ ഉണ്ടായിരുന്ന ആർട്ട് ഓഫ് ഷിപ്പ് ബിൽഡിങ്ങിലൊക്കെ നാവിഗേഷനിലൊക്കെ ഉണ്ടായ ഡെവലപ്മെന്റ് ആണ്. മുമ്പ് അറബായിരുന്നു ഇന്ത്യയിലോട്ട് വരുന്നത്. അറബ്സ് ആയിരുന്നു ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ യൂറോപ്യൻസിലേക്ക് കൈമാറിയിരുന്നത്. അപ്പൊ ഷിപ്പ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടായപ്പോൾ അവർ കരുതി എന്തുകൊണ്ട് നമുക്ക് നേരിട്ട് ഇന്ത്യയിലോട്ട് പോയിക്കൂടാ, അങ്ങനെ വരികയാണ്. പിന്നെ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് യൂറോപ്യൻസ്, പിന്നെ പോലെ തന്നെ ഇന്ത്യൻ ഗുഡ്സ്, ലക്ഷറി ഗുഡ്സിനുള്ള ഡിമാൻഡ് യൂറോപ്പിൽ ഭയങ്കര കൂടുതലായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യന്റെ വെൽത്തിനെ കുറിച്ച് പല രീതിയിലുള്ള കഥകളൊക്കെ അന്ന് വേൾഡിൽ മൊത്തം പ്രചരിക്കുന്നുണ്ട്. അപ്പൊ അത് നേരിട്ട് കണ്ടെത്താനുള്ള ശ്രമം എന്ത് ചെയ്യാണ്, അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്രോണോളജി നോക്കുകയാണെങ്കിൽ, യൂറോപ്യൻ കോൺഗ്രസ് ഇന്ത്യയിലോട്ടുള്ള ക്രോണോളജി നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഇവിടെ വരുന്നത് പോർച്ചുഗീസുകാരാണ് 1698 കേട്ടോ. ഇതിനിടയിൽ മെഡീവൽ ഹിസ്റ്ററി നമ്മൾ പഠിക്കും കേട്ടോ, അതും കൂടി കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഞാൻ ആൻഷ്യന്റ് മെഡീവൽ ആൻഷ്യന്റ് പഠിച്ചു, മെഡീവൽ ഇനിയിപ്പം മുഗൾസും ഡൽഹി സുൽത്താനായിട്ടും അല്ലെങ്കിൽ മുഗളിന്റെ അവസാനത്തിലാണ് ഇത് വരുന്നത്. അപ്പൊ 1498 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ഈ സമയത്തോടെ മുഗൾ ഭരണം തുടങ്ങിയിട്ടില്ല. മുഗൾ ഭരണം 1526 ബാബർ വരുന്നത്. അപ്പൊ മുഗൾ വരുന്നതിന് മുന്നേ യൂറോപ്യൻസോട് വന്നിട്ട് മനസ്സിലാക്കണം, പോർച്ചുഗീസുകാർ. പക്ഷെ മുഗള് പവർഫുൾ ആയിരുന്നു കൂടി.
പിന്നെ ഇംഗ്ലീഷ് വരുന്നത് 1600-ലാണ്, ഒരുപാട് കഴിഞ്ഞിട്ടാണ്. ഇവർ വന്ന് 100 വർഷം കഴിഞ്ഞിട്ടാണ്. ഡച്ചുകാർ 1602-ലാണ്. ഫ്രഞ്ചാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് 1664-ലാണ് ഫ്രഞ്ച് വരുന്നത്. ഓരോന്നിനെ കുറിച്ച് നോക്കാം. പോർച്ചുഗീസ് നോക്കുന്ന പറയുന്നത് പിന്നെ 1494 എന്ത് ചെയ്യുന്നുണ്ട്, അന്നത്തെ പോർച്ചുഗലും സ്പെയിനും അടുത്തടുത്ത് കിടക്കുന്ന സിനായ് പെനിൻസുല 2 രാജ്യങ്ങളാണ് യൂറോപ്പിൽ. അവരൊരു ട്രീറ്റി പ്രകാരം പിന്നെ ട്രീറ്റി ഓഫ് ദി ടോർഡലിസസ് എന്നുള്ള ട്രീറ്റി 1494 പ്രകാരം അവർ രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്യാണ്, 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാണ് വേൾഡിനെ. ഒന്ന് പറയുന്നത് ഇമാജിനറി ലൈൻ, ഈസ്റ്റ് ഓഫ് അറ്റ്ലാന്റിക്കിന് ഈസ്റ്റ് എന്താണ് പോർച്ചുഗലിനും അറ്റ്ലാന്റിക്കിന്റെ വെസ്റ്റ് സ്പെയിനുമായിട്ട്. അങ്ങനെ അവര് 2 ഭാഗത്തോട്ട്, ഒരാൾ ഈസ്റ്റിലോട്ട് ഒരാൾ വെസ്റ്റിലോട്ട് എന്ത് ചെയ്യാണ്, പര്യടനം നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യയിലോട്ട് വരുന്നത് പോർച്ചുഗീസുകാരാണ്. ഫസ്റ്റ് വരുന്നത് വാസ്കോഡ് ഗാമയാണ്. വാസ്കോഡ് ഗാമ നോക്കി വെക്കുക. 1498-ലാണ് കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങുന്നത്. ജമോദിനെ റൂളർ അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, 1502-ൽ ഇവിടെ 2ാം പ്രാവശ്യം വീണ്ടും വിസിറ്റിന് വരുന്നുണ്ട്. ആ സമയത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കാലിക്കറ്റിലും കൊച്ചിയിലും കണ്ണൂരിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചില ഫോർട്ടിഫിക്കേഷൻ, അദ്ദേഹം ട്രേഡിംഗ് സ്റ്റേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. പോർച്ചുഗീസ് ആവശ്യപ്പെട്ടിരുന്ന മറ്റുള്ളവരെ പോലെയല്ല, അവർക്ക് ഇന്ത്യയിൽ ട്രേഡ് മൊണോപ്പൊളൈസ് ചെയ്യാനുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ ഒരുപാട് ആളുകളായിട്ട് ഇവിടെ ചില കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ്. അറബ്സ് ഒക്കെ ഇവിടെ ഒന്ന് കച്ചവടം നടത്തി പോകുന്നുണ്ട്. അവർ മൊണോപ്പൊളി ഒന്നും ആഗ്രഹിക്കുന്നില്ല. അവര് സാധാരണ മറ്റുള്ളവരെ പോലെ ചൈനക്കാരും അറബ്സും ശ്രീലങ്കയിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്, ട്രേഡ് നടത്തി പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ പെട്രോ ആണ് അടുത്ത ആള് വരുന്നത്. ഫസ്റ്റ് ഫാക്ടറി കാലിക്കത്തിൽ സ്ഥാപിക്കുന്ന 1500 ഇതിന്റെ സമയത്താണ്. പിന്നെ ഫ്രാൻസിസ് ഡി അൽമേഡ വരുന്നുണ്ട്. ഫസ്റ്റ് പോർച്ചുഗീസ് ഗവർണർ ആണ്. അദ്ദേഹത്തിനാണ് ബ്ലൂ വാട്ടർ പോളിസി അറിഞ്ഞിരിക്കണേ. മൈദ വാട്ടർ കലക്കി എന്ന് ആലോചിച്ചാൽ മതി. ബ്ലൂ വാട്ടർ പോളിസി ഒരു കാർട്ടേഴ്സ് സിസ്റ്റം ആണ്. പിന്നെ സീല് കൂടുതൽ കൺട്രോൾ വരുത്താൻ വേണ്ടി കേട്ടോ. കാർട്ടേഴ്സ് സിസ്റ്റം എന്ന് പറയുന്ന ലൈസൻസ്, ഇപ്പൊ ട്രേഡ് കടലിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ ഷിപ്പിനും ലൈസൻസ് ഈടാക്കിയത്, ഒരു ഫീസ് ഒക്കെ ഈടാക്കുന്നതാണ്. പിന്നെ അൽഫോൺസോ ഡി അൽബുക്കർക്ക് 1500-1509 വരെയാണ്. അൽഫോൺസിന്റെ സമയത്ത് ആണ് അദ്ദേഹം തന്നെ യഥാർത്ഥ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് പവർ ഇന്ത്യ അറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ് ഗോവ ക്യാപ്ചർ ചെയ്യുന്നത് ബിജാപ്പൂരിന്റെ കയ്യിൽ നിന്ന്. ഇദ്ദേഹത്തിന്റെ സമയത്താണ് ശ്രീകൃഷ്ണദേവരായ ഉള്ളത് കേട്ടോ, വിജയനഗര. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ബഡ്കൽ എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, KDR ഉള്ള സമയമാണ്. അദ്ദേഹം ചെയ്യുന്നുണ്ട് നേറ്റീവ്സ് ഓഫ് ഇന്ത്യനൊക്കെ മാരേജ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. അങ്ങനത്തെ ഒരു പോളിസി എടുക്കുന്നുണ്ട്. പിന്നെ സതി ബാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു നേവൽ പവർക്ക് ഇന്ത്യയിൽ അദ്ദേഹം ഉണ്ടാക്കുന്നതൊക്കെ ഈ സമയത്താണ്, അൽഫോൺസോ ഡി അൽബുക്കർക്കിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അതാണ് അൽബുക്കർക്കിനെ കുറിച്ച് അറിയേണ്ടത്. അടുത്താണ് നിനോഡ കുൻഹ, 1529-38. അപ്പൊ ഈ ഇതിന്റെ സമയത്താണ് ഏകദേശം ഇവിടെ മുഗൾ ഭരണം കണ്ടിട്ടോ, അറിഞ്ഞിരിക്കുക. പിന്നെ അദ്ദേഹമാണ് ക്യാപിറ്റൽ കൊച്ചിന്ന് ഗോവയിലേക്ക് ആക്കുന്ന 1530-ൽ. അങ്ങനെ ഗോവ എന്ത് ചെയ്യാണ്, അവരുടെ ഒരു ഇമ്പോർട്ടന്റ് സെന്റേഴ്സ് ആയിട്ട് മാറുകയാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഡിയു ഹസൈനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പോർച്ചുഗീസിന്റെ കീഴിലേക്ക് വരുന്നൊക്കെ ഈ സമയത്താണ്. പിന്നെ ബഹാദൂർ ഷാ കൊല്ലപ്പെടുന്ന 1537-ൽ. പിന്നെ കൊല്ലപ്പെടുന്ന ഇതിന്റെ സമയത്താണ്. ഓക്കെ, പോർച്ചുഗീസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മളെ മുഗൾ ഭരണാധികാരി ബഹാദൂർ ഷാ അല്ല കേട്ടോ, വേറൊരു അവിടെ ഗുജറാത്തുള്ള ഒരു ഭരണാധികാരിയാണ്. ഇവരുടെ എന്തുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇപ്പൊ ഫസ്റ്റ് വന്നു അല്ല, ഒരു ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് 100 കൊല്ലം മുന്നേ വന്നിട്ട് പോലും ഇവിടെ അത്യന്തം പവർഫുൾ ആവാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് ഇവർ ഡിക്ലൈൻ ആയി? ഒന്ന് പറയുന്നത് പവർഫുൾ ഡൈനാസ്റ്റീസ് ഈജിപ്തും പേർഷ്യയൊക്കെ എന്ത് ചെയ്യുന്നത് ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇവർക്ക് ഇവിടെ വോട്ടറിലൊക്കെ ഉണ്ടായിരുന്ന ആധിപത്യമായിരുന്നു ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞു. ഈജിപ്തും പേർഷ്യയൊക്കെ വന്ന് അതുപോലത്തെ നോർത്ത് ഇന്ത്യയിൽ മറാത്ത പോലത്തെ വലിയ പവർഫുൾ ആയിട്ടുള്ള ആളുകൾ വന്നു. അതൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, വീക്ക് ആവുന്നതിന് കാരണമാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജസ്യൂട്ട് മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുണ്ട്. ഓക്കെ, അവരുടെ പ്രോസിക്യൂഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇംഗ്ലീഷും ഡച്ചും ഇവിടെ പവർഫുൾ ആയിട്ട് വന്നു. അപ്പോൾ ഒരു യൂറോപ്യനിലെ രാജ്യം തന്നെ ഇവിടെ പവർഫുൾ ആയി വന്നപ്പോൾ അവർ വീക്കായി. പിന്നെ അതുപോലെ തന്നെ അവർക്കിടയിലുണ്ടായിരുന്ന കറപ്ഷന്, ഗ്രീഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വീണ്ടും ആ കമ്പനിയെ തകർക്കാൻ കാരണമായി. അതൊക്കെയാണ്. പിന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ അവരുടെ ഇങ്ങോട്ട് പോയി, വെസ്റ്റിലോട്ട് പോയി. ബ്രസീൽ ഡിസ്കവർ ചെയ്തപ്പം ഇന്ത്യനേക്കാൾക്ക് അവർക്ക് താല്പര്യം ബ്രസീലിനെ കൂടുതൽ ഇതാക്കാനായിരുന്നു.
ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി അവരുടെ സിഗ്നിഫിക്കൻസ് എന്താ? യൂറോപ്യൻ എയർ സ്റ്റാർട്ട് ചെയ്യുന്ന അവരുടെ കാര്യത്താണ്. നേവൽ പവറിന്റെ എമർജൻസി വരുന്നത്, കാനോൺസ് ഷിപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇവരാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇംപ്രൂവ് ടെക്നിക്സ് അറ്റ് സി ഒക്കെ ഉണ്ടായിരുന്നു, മൾട്ടി ഡെക്കഡ് ഷിപ്സും കാര്യങ്ങളൊക്കെ. അവർക്ക് അതൊക്കെ നമ്മൾ ഇന്ത്യയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ, ചർച്ചിന്റെ ടീച്ചേഴ്സ് അങ്ങനെ ആർട്ട് ആൻഡ് കൾച്ചർ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ പോർച്ചുഗീസ് സ്കില്ലിന്റെ ഓർഗനൈസേഷൻ എന്തെങ്കിലും ഇന്ത്യയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ ആർട്ട് ഓഫ് വാർഫെയർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിൽവർ സ്മിത്ത്, ഗോൾഡ് സ്മിത്ത് ഒക്കെ ഗോവയിലൊക്കെ ഫ്ലറിഷ് ചെയ്യാനൊക്കെ അവിടെ ഈ പോർച്ചുഗീസിന്റെ ഇൻഫ്ലുവൻസ് ആണ് കാരണമായിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? അവരുടെ ഇൻഫ്ലുവൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അറിഞ്ഞിരിക്കാം. അതാണ് ഒന്നാമത്തെ ഇന്ത്യയിലോട്ട് വന്ന ആള്, പോർച്ചുഗീസ്. രണ്ടാമത്തെ ടീമാണ് ഡച്ച്, നെതർലാൻഡ് ആണ്. പിന്നെ അവര് വരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് നെതർലാൻഡ് സ്ഥാപിക്കുന്ന 1605 കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഫാക്ടറി ഇവർ വരുന്നത് മസൂലിപട്ടണത്തിലാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വരുന്ന ഈ ഒരു ഏരിയയാണ് മസൂലിപട്ടണം. ആന്ധ്രന്റെ ഒക്കെ അവിടെ ആയിട്ട്, ആന്ധ്രയിൽ 1605 അവരുടെ ഫസ്റ്റ് ഫാക്ടറി അറിഞ്ഞിരിക്കണേ. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട്, ഒരു ഡോമിനന്റ് യൂറോപ്യൻ പവർ ആയിട്ട് ഇവർ മാറുന്നുണ്ട് പോർച്ചുഗീസിനെക്കാളും. പിന്നെ പുലിക്കാട്ടായിരുന്നു അവരുടെ ഒരു മെയിൻ സെന്റർ എന്ന് പറയുന്നത്. പിന്നെ അത് നാഗപട്ടണം, ലൈറ്റ് റീപ്ലേസ് ബൈ നാഗപട്ടണം ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിഗോ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. മാനുഫാക്ചറിങ് യമുന വാലിയിലും സെൻട്രൽ ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ടെക്സ്റ്റൈൽസ് ആൻഡ് സിൽക്ക് ഫ്രം ബംഗാള്, ഗുജറാത്ത് നിന്നൊക്കെ. അതുപോലെ തന്നെ ഒപ്പിയം കാര്യങ്ങളൊക്കെ, റൈസ് ഒക്കെ ഗംഗാ വാലിയിൽ നിന്നൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവര് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പോർട്ട് ഒക്കെ ചെയ്ത് വരുന്നുണ്ട്. 1623 ബ്രിട്ടീഷുകാരും ഡച്ചും തമ്മിൽ യുദ്ധം കണ്ടാൽ ലാസ്റ്റ് ട്രീറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഭാഗം ഡച്ച് എന്ത് ചെയ്യാണ്, ഇന്ത്യയിൽ നിന്ന് അവർ വിഡ്രോ ചെയ്തു, ബ്രിട്ടീഷുകാർ ഇന്തോനേഷ്യ നിന്നും. അപ്പൊ ഡച്ച് ഇന്തോനേഷ്യയിലോട്ടും പോയി, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ടും ഫോക്കസ് ചെയ്ത്. ഓക്കെ, അറിഞ്ഞിരിക്കാം. പിന്നെ ഇവർക്ക് അത്രത്തോളം ഒരു എംപയർ ബിൽഡിംഗ് ഒന്നും ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. അവർക്ക് ട്രേഡ് ആയിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, സ്പൈസ് ഐലാൻഡ് ഓഫ് ഇന്തോനേഷ്യ ഒരു അവസരം കിട്ടിയപ്പോൾ അവർ അങ്ങോട്ട് പോയത്. അപ്പൊ ഇവരിവിടെ ഡിക്ലൈൻ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരായിട്ടുള്ള യുദ്ധം തന്നെയാണ്. ഡച്ച് ആംഗ്ലോ റൈവൽറിയിൽ ബ്രിട്ടീഷുകാർ ജയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവര് മലേഷ് മാർക്കിപിലാഗോ, മലേഷ്യയിലോട്ട് ഇമ്പോർട്ടൻസ് വരികയാണ്. ബാറ്റിൽ ഓഫ് ബദാര നോക്കിയേക്കാൻ 1759 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ഡച്ചിനെ തോൽപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതോടുകൂടിയൊക്കെ അവർ ഇവിടുത്തെ താല്പര്യം കുറഞ്ഞ് അവർ എങ്ങോട്ട് ഫോക്കസ് ചെയ്യാണ്, ഇന്തോനേഷ്യയിലോട്ട് ഫോക്കസ് ചെയ്ത്. ഇവിടെ പിന്നെ ആരെന്നെ കൂടുതലായിട്ടുണ്ടായിരുന്നത്, ബ്രിട്ടീഷും ഫ്രഞ്ചും ഉണ്ടാവുന്നുള്ളൂ. അവരുടെ ഫാക്ടറീസ് മസൂലിപട്ടണം, പുലിക്കാട്ട്, സൂറത്ത്, ബിമിലാപട്ടണം, കാരിക്കൽ, അങ്ങനത്തെ സ്ഥലങ്ങൾ നോക്കി വെക്കണേ. കാസിം ബസാർ, ബാരാനഗോർ, പാട്ന, ബാലുസോർ, നാഗപട്ടണം ഒക്കെ നോക്കി വെക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ വരുന്ന മൂന്നാമത്തെ ആളാണ് ബ്രിട്ടീഷുകാർ. 1600 ഡിസംബർ 31 ക്യൂൻ എലിസബത്ത് ഫസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് പ്രകാരം ട്രേഡ് മൊണോപ്പൊളി 15 വർഷത്തേക്ക് അവർക്ക് ഈ കമ്പനിക്ക് കൊടുക്കാണ്. 1600 കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കത്തിൽ വേറെ പേരിലായിരുന്നു കേട്ടോ. അങ്ങനെ അവര് ഇന്ത്യയിൽ വരുന്നത്. അപ്പൊ ഇന്ത്യ ആ സമയത്ത് കൂടെ മുഗൾ ഭരണമുണ്ട്. 1600 ക്യാപ്റ്റൻ ഹോക്കിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ജഹാംഗീറിന്റെ കോട്ടയിൽ വരുന്നുണ്ട്. 1609 നോക്കി വെക്കണേ. 1609 ക്യാപ്റ്റൻ ഹോക്കിൻസിന്റെ അടുത്ത് വരുന്നത്. ഇന്ത്യയിൽ ട്രേഡ് നടത്താനുള്ള പെർമിഷൻ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ അത് കിട്ടുന്നില്ല. കാരണം അന്ന് ഡച്ച് പോർച്ചുഗീസിന് ഒന്നും അവിടെ ഇൻഫ്ലുവൻസ് കൂടുതലാണ്. പോർച്ചുഗീസിന്റെ ഇൻഫ്ലുവൻസിൽ അവിടെ കിട്ടുന്നില്ല. പിന്നീട് വീണ്ടും വരുന്നുണ്ട് തോമസ് ബെസ്റ്റ്. എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഫാക്ടറി അതേ സമയത്താണ് സൂറത്തിൽ സ്ഥാപിക്കുന്നത്. 1613 ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 1613 ജഹാംഗീർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫർമാൻ കൊടുക്കുന്നുണ്ട്, ഒരു പെർമിഷൻ ലെറ്റർ ആണ്. ഇംഗ്ലീഷുകാർക്ക് എന്ത് ചെയ്യാണ്, ഒരു ട്രേഡ് ഫാക്ടറി ഒക്കെ ഉണ്ടാക്കാൻ എവിടെയൊക്കെ, ആഗ്രയിലും അഹമ്മദാബാദും ബറൂച്ചിലൊക്കെ. അങ്ങനെ ഫസ്റ്റ് ട്രേഡിംഗ് ഫാക്ടറി ഉണ്ടാക്കുന്നത് സൂറത്തിലാണ്. 1613 ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കാം. 1615 തോമസ് റോ വരുന്നുണ്ട്, അംബാസഡർ ആയിട്ട് ജെയിംസ് വണ്ണിന്റെ. അങ്ങനെ ഇന്ത്യയിൽ മൊത്തം ട്രേഡ് നടത്താനുള്ള പെർമിഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ബോംബെ അവരുടെ കൺട്രോൾ വരുന്നുണ്ട്. ചാൾസ് സെക്കൻഡിന് ഡൗറി ആയിട്ട് കിട്ടാണ് പോർച്ചുഗീസിന്റെ കയ്യിൽ നിന്ന്. അങ്ങനെ ബോംബെ കിട്ടി. പിന്നെ മദ്രാസും കിട്ടുന്നുണ്ട്. സെന്റ് ജോർജ് ഫോർട്ട് ഉണ്ടാക്കുന്ന മദ്രാസിലാണ്, മസൂലി പട്ടണത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട്. അപ്പൊ ബോംബെയും മദ്രാസും കൽക്കത്തയാണ് അവരുടെ പ്രധാനപ്പെട്ട 3 പ്രസിഡൻസി ടൗൺസ് ആയിട്ട് മാറുന്നത്. ആരുടെ? ഇംഗ്ലീഷിന്റെ. ഓക്കെ, അതിൽ 1700 മുതൽ അവരുടെ ക്യാപിറ്റൽ കൽക്കത്ത ആയിരുന്നു, 1911 വരെ. അപ്പൊ എന്തുകൊണ്ട് ബ്രിട്ടീഷ് ഇവിടെ കൂടുതലായിട്ട് വിജയിച്ചു? ഇപ്പൊ ഒരുപാട് യൂറോപ്യൻസ്, പോർച്ചുഗീസും ഡച്ചും ഫ്രഞ്ചും ഒക്കെ വരുന്നുണ്ടെങ്കിൽ കൂടിയും ബ്രിട്ടീഷ് ആണ് ഇന്ത്യയിൽ പവർഫുൾ ആയിട്ട് മാറുന്നത്.
ഒരു എംപയർ ബിൽഡ് ചെയ്യാൻ അവർക്കാണ് സാധിക്കുന്നത്. എന്തുകൊണ്ട് പറ്റി? ഒന്ന്, അവരുടെ സ്ട്രക്ചർ ആൻഡ് നേച്ചർ ഓഫ് ട്രേഡിംഗ് കമ്പനി, പ്രൈവറ്റ് കമ്പനിയാണ്. അതുകൊണ്ട് ഒന്നുകൂടി എഫിഷ്യന്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് റൈവൽ കമ്പനിയെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ വലിയൊരു പ്രധാനപ്പെട്ട കമ്പനിയായിരുന്നു. പിന്നെ അവരുടെ നേവി എന്ന് പറയുന്ന മറ്റുള്ള എല്ലാ രാജ്യങ്ങളെക്കാളും സുപ്പീരിയർ ആയിരുന്നു. പിന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഫസ്റ്റ് ഉണ്ടായത് ബ്രിട്ടനിലാണ്. അത് അവരെ ഒരുപാട് സാമ്പത്തികമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ മിലിറ്ററി സ്കില്ലും ഡിസിപ്ലിനും ഭയങ്കര അടിപൊളിയായിരുന്നു. അതും നല്ല രീതിയിൽ യുദ്ധം ചെയ്യാനും വിജയിക്കാനും അവരെ സഹായിക്കുന്നുണ്ട്. പിന്നെ അവിടെ എപ്പോഴും സ്റ്റേബിൾ ഗവൺമെന്റ് ഉണ്ടായിരുന്നു ബ്രിട്ടനിൽ, അത് അവരെ സഹായിക്കുന്നുണ്ട്. പിന്നെ റിലീജിയൻ അവർ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പൊ അത് സൊസൈറ്റിയിൽ ഇവിടെ ഇന്ത്യൻ സമൂഹത്തിൽ അവർക്ക് ഒന്നും കൂടി ഒരു പരിഗണന കിട്ടാൻ കാര്യമാവുന്നുണ്ട്. പിന്നെ ഡെപ്റ്റ് മാർക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ആവശ്യമുള്ള ഫണ്ട് അതത് സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഇവിടെ ഒന്നുകൂടി പവർഫുൾ ആവാൻ അവരെ സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ടീമാണ് ഫ്രഞ്ച്. ഫ്രഞ്ചാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. ഫസ്റ്റ് ഫാക്ടറി സൂറത്തിലാണ്. ഉണ്ടോ? മറ്റോ സൂറത്തിലാണ് പറഞ്ഞത് 1613. ഫ്രാൻസിസ് കാരന്റെ സമയത്താണ്. ഫ്രാൻസിസ് മാർട്ടിൻ ആണ് എന്ത് ചെയ്യുന്നത്, മാർട്ടിൻ നോക്കിയേക്കാണ്, അതിയാണ് പോണ്ടിച്ചേരി ഫൗണ്ട് ചെയ്യുന്നത് 1673. അതാണ് അവിടുത്തെ ഫസ്റ്റ് ഗവർണറായിട്ട് മാറുന്നു. അതാണ് അവരുടെ മെയിൻ സെന്റർ, പോണ്ടിച്ചേരിയാണ്. പിന്നെ ഇവര് പരസ്പരം ഇംഗ്ലീഷും ഫ്രഞ്ചും തമ്മിൽ ഒരുപാട് യുദ്ധം ഉണ്ടാവുന്നുണ്ട്. കർണാട്ടിക്കും ബംഗാൾ റീജിയനും വേണ്ടിയൊക്കെ. പ്രധാനമായിട്ടും 3 കർണാട്ടിക് വാറാണ് ഉണ്ടാവുന്നത്. ലാസ്റ്റ് മൂന്നാമത്തെ കർണാട്ടിക് വാർ ഇംഗ്ലീഷ് ജയിച്ച്, പിന്നെ ഇംഗ്ലീഷാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പവർഫുൾ ആയിട്ട് മാറുന്നത്. ഫസ്റ്റ് കർണാട്ടിക് വാർ 1740-48. അത് അവിടെ ഉണ്ടായിരുന്ന ഫ്രഞ്ചും ബ്രിട്ടനും യൂറോപ്പിൽ ഉണ്ടായിരുന്ന യുദ്ധത്തിന്റെ ഒരു ബാക്കി എന്നോണാണ് ഇവിടെ ഉണ്ടാവുന്നത്. ലാസ്റ്റ് 1748 ട്രീറ്റി, ആക്സില ചാപ്പലിലെ ട്രീറ്റി പ്രകാരം അത് എൻഡ് ചെയ്യാണ്. സെക്കൻഡ് കർണാട്ടിക് വാർ 1749-54, അടുത്ത വർഷം നിന്ന് തുടങ്ങി. പിന്നെ ഫ്രഞ്ച് പവർ ഒന്നും കൂടി ഇവിടെ ഇതാവുന്നുണ്ട്. തേർഡ് കർണാട്ടിക് വാർ 1758-63. അതില് ഫ്രഞ്ച് തോൽക്കാണ്. ട്രീറ്റി ഓഫ് പാരീസ് പ്രകാരം 1763 ഫ്രഞ്ച് വെറും പോണ്ടിച്ചേരിയിലോട്ട് ഒതുങ്ങി പോവാണ് ഇതിനു ശേഷം. ഓക്കെ, അറിഞ്ഞിരിക്കാം. അടുത്താണ് ഡെയിന് ഡെൻമാർക്കാണ്. 1616 1620 എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഫാക്ടറി സ്ഥാപിക്കുന്നുണ്ട് തഞ്ചാവൂരിലാണ്. പിന്നെ അവിടുത്തെ സേരാംപൂർ നിയർ കൽക്കത്തയിലൊക്കെ അവരുടെ പ്രധാനപ്പെട്ട സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവർക്ക് പ്രധാനമായിട്ട് അങ്ങനെ എംപയർ ബിൽഡിങ്ങോ ട്രേഡോ ഒന്നുമില്ല. അവർക്ക് മിഷണറി ആക്ടിവിറ്റീസ് ആണ് അവർ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ഇതാണ് ഇവിടെ വന്ന പ്രധാനപ്പെട്ട യൂറോപ്യൻസ്. അവര് പരസ്പരം എങ്ങനെ യുദ്ധം ചെയ്തു, വിജയിച്ചു, അതുമായി ബന്ധപ്പെട്ട ട്രീറ്റികൾ, ലാസ്റ്റ് ആര് ഏറ്റവും പവർഫുൾ ആയിട്ട് മാറി എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നോക്കിയത്. ഓക്കെ ആണോ? അപ്പൊ ഈ സമയത്ത് ഇവിടെ മുഗളുണ്ട്. അപ്പൊ ചലഞ്ചസ് ബിഫോർ മുഗൾസ് എന്തൊക്കെയായിരുന്നു? ഏകദേശം നമുക്കറിയാം. മുഗൾ എൻഡ് എന്ന് പറയുന്നത് ഔറംഗസീബിന്റെ ഭരണത്തോടു കൂടിയാണ് മുഗളിന്റെ എൻഡ് തുടങ്ങുന്നത്. ഔറംഗസീബിന്റെ ഭരണകാലം അത്യാവശ്യം നല്ലതായിരുന്നു, പിന്നെ സ്റ്റേബിൾ ആയിരുന്നു. പക്ഷെ അതിന് ശേഷം എന്ത് ചെയ്യാൻ ഇവിടെ തകരാൻ തുടങ്ങാണ്. ലാസ്റ്റ് 1858. പിന്നെ ഔറംഗസീബ് ഒരുപാട് വീക്ക് റൂളേഴ്സ് ഭരിക്കുന്നുണ്ട് കേട്ടോ. 1707 മുതൽ ആണ് ഔറംഗസീബ് അവസാനിക്കുന്നത്. 1858 വരെ ഇവിടെ വരെ ഭരിക്കുന്നുണ്ട് മുഗള്. പക്ഷെ 1707 ശേഷം ഇവിടെ വീക്ക് റൂളേഴ്സ് ആണ്. ലാസ്റ്റ് 1858 നവംബർ 1 ഡിക്ലറേഷൻ ഓഫ് ക്വീൻ വിക്ടോറിയ പ്രകാരം മുഗൾ ഭരണം അവസാനിച്ച് ഭരണം നേരിട്ട് ബ്രിട്ടൻ ഏറ്റെടുത്ത്. ഔറംഗസീബിന്റെ മിസ്ഗൈസ്ഡ് പോളിസീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ സ്റ്റെബിലിറ്റിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ മുഹമ്മദ് ഷാ, അതിനുശേഷം വന്ന ഒരുപാട് വീക്ക് റൂളേഴ്സിൽ മുഹമ്മദ് ഷാ 29 കൊല്ലം ഭരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനൊന്നും കഴിയുന്നില്ല. പിന്നെ ഈ സമയത്ത് ഒരുപാട് സ്റ്റേറ്റ്, ഹൈദരാബാദ്, ബംഗാൾ, അവധ്, പഞ്ചാബ്, അങ്ങനെ ഒരുപാട് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ മുഗളുടെ എന്തൊക്കെയായിരുന്നു ഇവർ നേരിട്ട ചലഞ്ചസ്? 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇന്റേണലും മറ്റൊന്ന് എക്സ്റ്റേണലും. ഇന്റേണൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? വീക്ക് റൂളേഴ്സ് തന്നെയാണ് ആഫ്റ്റർ ഔറംഗസീബ്. ഏതൊക്കെ റൂളേഴ്സാ? ഒന്ന് ബഹദൂർ ഷാ, കുറച്ചു കാലം ഭരിക്കുന്നുണ്ട്. എൽഡസ്റ്റ് സണ്ണായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ നല്ല ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. 63ാമത്തെ വയസ്സിലാണ് രാജാവാവുന്നത്. ഓക്കെ. പിന്നെ ജഹന്തർ ഷാ ജിസിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ്. ഫാറൂഖ് സിയാറ നോക്കി വെക്കണേ, അദ്ദേഹത്തിന്റെ സമയത്താണ് ജിസിയ അബോളിഷ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിന് ഫർമാൻ കൊടുക്കുന്നുണ്ട്. 3 ഫർമാൻ കൊടുക്കുന്നുണ്ട് 1717 ഇംഗ്ലീഷിന്. ബംഗാളിലൊക്കെ ട്രേഡ് നടത്താണ്. അതാണ് ബ്രിട്ടീഷുകാരുടെ മാഗ്ന കാർട്ട ഓഫ് കമ്പനി എന്നറിയപ്പെടുന്നത്. അവര് ട്രേഡ് നടത്താണ്. പിന്നീട് ഒരുപാട് ബാറ്റിൽ ഓഫ് ബക്സാറും പ്ലാസി യുദ്ധത്തിലേക്ക് നയിക്കുകയും ബംഗാളിലേക്ക് ബ്രിട്ടീഷ് ഭരണം തുടങ്ങുന്നതിനൊക്കെ കാരണമാവുന്നുണ്ട്. പിന്നെ റാഫിയു ദറജാത്ത്, ദാഫിയു ദൗല ഒക്കെ നോക്കി വെച്ചാൽ മതി.
പിന്നെ മുഹമ്മദ് ഷാ ആണ് കുറച്ചുകൂടി കാലം ഭരിക്കുന്നത്. 1719 മുതൽ 48 വരെ 10-29 കൊല്ലം ഭരിക്കുന്നുണ്ട്. സയ്യിദ് ബ്രദേഴ്സിന് അദ്ദേഹം കൊല്ലാണ് മംലൂക്ക് നിസാമുൽ മുൽക്കിന്റെ സഹായത്തോടു കൂടി. 1724 എന്ത് ചെയ്യുന്നത്, ഹൈദരാബാദ് വേറൊരു നിസാമുൽ മുൽക്കിന്റെ കീഴിൽ വേറൊരു രാജ്യമായിട്ട് മാറുന്നുണ്ട്. 1737 എന്ത് ചെയ്യുന്നുണ്ട്, ബാജിറാവു ഫസ്റ്റ് ഡൽഹിയിലോട്ട് ഇൻവേഷൻ നടത്തുന്നുണ്ട്. 1739 ബാറ്റിൽ ഓഫ് കർണാർ നാദിർ ഷാ എന്ത് ചെയ്യുന്നുണ്ട്, മുഗളിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവുന്നത് മുഹമ്മദ് ഷാന്റെ സമയത്താണ്. പിന്നെ അഹമ്മദ് ഷാ വരുന്നുണ്ട്. പിന്നെ ആലംഗീർ സെക്കൻഡിന്റെ സമയത്താണ് ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ടാവുന്നത്. പിന്നെ ഷാജഹാൻ സെക്കൻഡ് ഉണ്ട്. പിന്നെ ആലം സെക്കൻഡ് നോക്കിയേക്കണേ. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ബാറ്റിൽ ഓഫ് ബക്സാർ, അങ്ങനെ മുഗൾ തോൽക്കുകയും അതിൽ ട്രീറ്റി ഓഫ് അലഹാബാദ് ഉണ്ടാവുന്നൊക്കെ ഇതിന്റെ സമയത്താണ്. പിന്നെ ദിവാനി റൈറ്റ്സ് ഒക്കെ ബംഗാളിലും ബീഹാറിലും ഒറീസയിലും ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നതൊക്കെ ഇദ്ദേഹത്തിന്റെ സമയത്താണ്. പിന്നെ അക്ബർ സെക്കൻഡ് അതിന്റെ സമയത്താണ് രാജ എന്നുള്ള പദവി രാജാറാം മോറോയി കൊടുക്കുന്നത്. പിന്നെ ബഹാദൂർ ഷാ സെക്കൻഡ് അതിന്റെ സമയത്ത് ലാസ്റ്റ് മുഗൾ എംപറർ, റിവോൾട്ട് ഓഫ് 1857 ഒക്കെ ഉണ്ടാകുന്നത് ഇതിന്റെ സമയത്താണ്. ഇതൊക്കെയാണ് ഇന്റേണൽ ആയിട്ടുണ്ടായിരുന്ന അവരുടെ പ്രശ്നങ്ങൾ. എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താ, അവർക്ക് ഒരുപാട് ഇൻവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇന്റേണൽ സ്ട്രെങ്ത് ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുനിന്നുള്ള ആക്രമണം ഉണ്ടാവും. അതിന് പെട്ടൊരു ആക്രമണമാണ് നാദിർ ഷാന്റെ ആക്രമണം. നാദിർ ഷാ ഇൻവേഷൻ 1738-39 സമയത്താണ് ബാറ്റിൽ ഓഫ് കർണാൽ ഉണ്ടാവുന്നത്, മുഗളിനെ തോൽപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലാഹോറും ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നത്, വെസ്റ്റ് ഓഫ് ഇൻഡസ് അനക്സ് ചെയ്യുന്നത്, പീകോക്ക് ത്രോണ് കോഹിനൂർ ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതൊക്കെ ഇദ്ദേഹത്തിന്റെ സമയത്ത് നാദിർ ഷാണ്. പിന്നെ അഹമ്മദ് ഷാ അബ്ദാലി വരുന്നുണ്ട് 1748-64 സമയത്ത്. നാദിർ ഷാന്റെ സിസ്റ്ററായിട്ട് വരുന്നതാണ്. ഇതേ സമയത്താണ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1761 ഉണ്ടാവുന്നത്. അത് മറാത്താസ് ആയിട്ടാണ് മറാത്തിനെ തോൽപ്പിക്കുന്നത്. ഈ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്താണ്. ഈ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ മറാത്താനെ തോൽപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മറാത്ത ഇവിടെ ഒരു പവർഫുൾ രാജ്യമായിട്ട് വരുമായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷിന്റെ ഒരു ഭരണമൊക്കെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ മറാത്ത കഴിയുമായിരുന്നു. പക്ഷെ മറാത്ത ഈ അഹമ്മദ് ഷാ അബ്ദാലി ആയിട്ട് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1761 തോറ്റു. ഓക്കെ, 3 ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഉണ്ടാവുന്നുണ്ട്. 1526 ആരായിട്ട്, ബാബറായിട്ട് ഇബ്രാഹിം ലോധിനെ തോൽപ്പിച്ച് മുഗൾ ഭരണം തുടങ്ങി. 1556 വരുന്നുണ്ട് ആരായിട്ട്, നമ്മുടെ അക്ബറായിട്ട്. അക്ബർ ജയിച്ചു, അക്ബറിന്റെ ഭരണം മുന്നോട്ട് പോയി. 1761 മറാത്ത തോറ്റു. അതില് എന്ത് ചെയ്തു, മറാത്തന്റെ ഭരണം വീക്കായി. അപ്പൊ മുഗള് ഡിക്ലൈൻ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെ, കോസ് ഓഫ് മുഗൾ ഡിക്ലൈൻ? ഒന്ന് പറയുന്നത് ഡെസ്പോട്ടിക് റൂളേഴ്സ് ആണ്, വീക്ക് റൂളേഴ്സ് ആഫ്റ്റർ ഔറംഗസീബ്. പിന്നെ എംപയർ റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു ഡെഫിനറ്റ് ലോ സക്സഷൻ ഇല്ല. അപ്പൊ അവര് തമ്മിൽ എപ്പോഴും യുദ്ധം ഉണ്ടാവും ലാസ്റ്റ് ആര് ഭരിക്കണം എന്നുള്ളതിന് വേണ്ടി. പിന്നെ ആർമി വളരെ വീക്കായിരുന്നു. പിന്നെ അത്രയും വലിയ കൺട്രി ആയിരുന്നു, ഒരു എംപയറിന് ഭരിക്കാൻ പറ്റുന്നതിലപ്പുറം. പിന്നെ ഔറംഗസീബിന്റെ ഡെക്കാൻ പോളിസി, റിലീജിയസ് പോളിസി. പിന്നെ ഇറാനി ദുറൈനി കിങ്ഡംസിന് ഇൻവേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാരണമാവുന്നുണ്ട്. പിന്നെ റീജിയൻ റിലേറ്റഡ് ആണെങ്കിൽ ഒരുപാട് ജമീന്ദാസിന്റെ പവർ കൂടുന്നുണ്ട്, ജാഗീർദാരി ഇഷ്യൂസ്, പിന്നെ എക്കണോമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ്, പിന്നെ റീജിയണൽ ആസ്പിറേഷൻസും സ്റ്റേറ്റ്സ് ഒക്കെ ഇവിടെ ഉയർന്നു വരുന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മുഗളിനെ വീക്ക് ആക്കുന്നതിന് കാരണമാവുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടുണ്ടായ റീജിയണൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? പിന്നെ സ്വന്തമായിട്ടുള്ള ചില രാജ്യങ്ങൾ ഉയർന്നു വരികയാണ്, ചിലത് ലോക്കൽ ജമീന്ദാർ സപ്പോർട്ടോട് കൂടിയൊക്കെയാണ്. പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, മുഗൾ സുപ്രീമസി ഒക്കെ അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതാണ് ചിലത്. പക്ഷേ മിലിറ്ററി, ഫിനാൻഷ്യൽ, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അത്ര സ്ട്രോങ് ആയിരുന്നില്ല. അപ്പം മുഗൾ തകർന്നു, ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് ഇന്ത്യ മാറി. അപ്പൊ ബ്രിട്ടീഷുകാർ ഈ സമയത്താണ് വരുന്നത്. ഇവർക്ക് ചെറിയ ചെറിയ രാജ്യങ്ങളെ തോൽപ്പിക്കുക എന്നുള്ള ബ്രിട്ടീഷുകാർക്ക് എന്തില്ല, അത്ര ബുദ്ധിമുട്ടായിട്ട് മാറിയില്ല. അങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ എംപയർ ബിൽഡ് ചെയ്യുന്നത്. ആ സമയത്ത് ഒരു പവർഫുൾ ആയിട്ട് മുഗൾ ഭരണം പോലത്തെ ഒരു ഭരണം ഇവിടെ ഉണ്ടാവുമായിരുന്നെങ്കിൽ അവർക്ക് അത്ര പെട്ടെന്ന് ഇന്ത്യ പിരിച്ചെടുക്കാൻ പറ്റുമായിരുന്നില്ല കേട്ടോ. അപ്പൊ സാഹചര്യം അവർക്ക് അനുകൂലമായി. പ്രധാനമായിട്ട് 3 കാറ്റഗറി ആയിട്ട് റൂളേഴ്സ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. മുഗളിന് ശേഷം സക്സസർ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? മുഗളിന്റെ പ്രൊവിൻസ് സ്റ്റേറ്റ് ആയിട്ട് മാറിയതാണ്, ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നതാണ്. എക്സാമ്പിൾ അവധ് സാദാത്ത് ഖാന്റെ കീഴിലാണ്, ഹൈദരാബാദ് നിസാമുൽ മുൽക്കിന്റെ കീഴിലാണ്, ബംഗാൾ മുർഷിദ് ഖാന്റെ കീഴിൽ. പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചില സ്റ്റേറ്റ്സ് ഉയർന്നു വരുന്നുണ്ട് മുഗളിന്റെ പുറത്തായിട്ട്, രജ്പുത്ത്, മൈസൂര്, കേരള ഒക്കെ. പിന്നെ പുതിയ സ്റ്റേറ്റ്സ് തന്നെ ഉണ്ടാവുന്നുണ്ട് റിബൽസിന്റെ ഇടയിലൊക്കെ, ജാഡ്സിന്റെ ഇടയിൽ, സിഖ്, മറാത്താസ്, ഇതൊക്കെ വേറെ തന്നെ പുതിയ സ്റ്റേറ്റ്സ് ഉയർന്നു വരുന്നതാണ്. ഇങ്ങനെ 3 ആക്കി നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഈ സമയത്തുള്ള സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് എന്താ, അഗ്രികൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ക്വേർഡ് ആവുന്നുണ്ട്. ഓക്കെ, പെസൻസിന്റെ കണ്ടീഷൻസ് മോശമായിരുന്നു. ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ എക്സ്പോർട്ട് ഭയങ്കര കൂടുതലായിരുന്നു ഇമ്പോർട്ടിനെക്കാളും. എക്സ്പോർട്ട് എന്തൊക്കെയായിരുന്നു, കോട്ടണ്, റോ സിൽക്സ്, റോ ഫാബ്രിക്സ്, ഹാർഡ്വെയർ, ഇൻഡിഗോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇമ്പോർട്ട് വരുന്നത് പേർഷ്യ, ഗൾഫ്
പേർഷ്യൻ ഗൾഫിൽ നിന്ന് പേൾസും റോ സിൽക്കും കാര്യങ്ങളൊക്കെ വരുന്നത്, അറേബ്യയിൽ നിന്ന് കോഫി, ഗോൾഡ്, ഡ്രഗ്സ് ഒക്കെ, ചൈനയിൽ നിന്ന് ടീ, ഷുഗർ ഒക്കെ, ടിബറ്റിൽ നിന്ന് ഗോൾഡ്, മസ്ക്, ആഫ്രിക്കയിൽ നിന്ന് ഐവറി, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഈ സമയത്തുള്ള ടെക്സ്റ്റൈൽ സെന്റേഴ്സ് ആയിരുന്നു ഢാക്ക, മുർഷിദാബാദ്, പാട്ന, സൂറത്ത്, അഹമ്മദാബാദ്, ബറോച്ച് അങ്ങനത്തെ സെന്റേഴ്സ് ഒക്കെ ആയിരുന്നു പൊതുവെ ടെക്സ്റ്റൈൽ സെന്റേഴ്സ്. ഷിപ്പ് ബിൽഡിംഗ് സെന്റേഴ്സ് ആയിരുന്നു മഹാരാഷ്ട്ര, ആന്ധ്ര, ബാംഗ്ലൂർ, കാലിക്കറ്റ് ഒക്കെ കേട്ടോ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ആയിരുന്നു, ആൻഷ്യൻ ലേണിംഗ് ഒക്കെ ആയിരുന്നു. എലിമെന്ററി ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഹിന്ദുസിന്റെ ഇടയിൽ പാഠശാല എന്നും മുസ്ലിംസിന്റെ മക്തബാസ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. ഫീമെയിൽ എഡ്യൂക്കേഷൻ കുറവായിരുന്നു. ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ സാൻസ്ക്രിറ്റ് എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. മദ്രസാസ് ഉണ്ടായിരുന്നു. ഫേമസ് സെന്റേഴ്സ് ഓഫ് പേർഷ്യൻ ലേണിംഗ് ആണ് അസിംബാദ്, പാട്നൊക്കെ. സൊസൈറ്റി ട്രഡീഷണൽ ആയിരുന്നു. ഹിന്ദുസിന്റെ ഇടയിലൊക്കെ പാട്രിയാർക്കിയും കാസ്റ്റ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. മുസ്ലിം, ഷിയ, സുന്നി കാര്യങ്ങൾ ഡിവിഷൻ ഒക്കെ ഉണ്ടായിരുന്നു. വിമൺ പർദ സിസ്റ്റം, സതി സിസ്റ്റം, ചൈൽഡ് മാരേജ് ഒക്കെ ഉണ്ടായിരുന്നു. സ്ലേവറി ഒക്കെ ഉണ്ടായിരുന്നു. ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഒക്കെ ആണെങ്കിൽ ഒരുപാട് അത് ഡെവലപ്പ് ആവുന്നുണ്ട്. അസഫുദ്ദൗളന്റെ നേതൃത്വത്തിൽ ബദാം ഇമാംബാര ഈ സമയത്താണ് 1848. ഷവായി ജയ്സിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, പിങ്ക് സിറ്റി ജയ്പൂർ ഒക്കെ ഉണ്ടാക്കുന്നത്, അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഈ സമയത്താണ്. പിന്നെ പ്രധാനപ്പെട്ട മുഗളിന്റെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ അത് മെഡീവലിലാണ് കേട്ടോ, മോഡേണിലായിട്ട് പറയണ്ട, അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ഇവിടെ പറയാത്തത്. ഇത് ലേറ്റർ മുഗൾസ് ആണ്. ലേറ്റർ മുഗൾസ് മോഡേണിലാണ് പെടുത്തുന്നത്, കാരണം ബ്രിട്ടീഷ് കാലഘട്ടം തുടങ്ങുന്നതാണ്. പത്മനാഭപുരം പാലസ് കേരളത്തിലാണ്. രജപുത്താന, കാംഗ്ര സ്കൂൾസ് ഒക്കെ. ഉറുദു ഡെവലപ്പ് ആവുന്നു, തമിഴ് ഡെവലപ്പ് ആവുന്നു, മലയാളം ഡെവലപ്പ് ആവുന്നു, കുഞ്ചതമ്പേരെ നേതൃത്വത്തിലൊക്കെ. പഞ്ചാബി ഒക്കെ വരുന്നുണ്ട്, സിന്ധി. ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ. അതാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് പറയാനുള്ളത്. അപ്പൊ യൂറോപ്യൻസ് വന്നു ഇനി അതിൽ ബ്രിട്ടീഷ് എന്ത് ചെയ്യാണ്, അവരുടെ പവറോടെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. പിന്നീട് അത് കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പറയാനുള്ളത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ മെറ്റീരിയൽ നന്നായിട്ട് വായിക്കുക. മെറ്റീരിയൽ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് അവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഈ മുമ്പത്തെ ക്ലാസ്സുകൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ക്ലാസ്സുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ മെന്ററിംഗ് പോലത്തെ പ്രോഗ്രാം ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ട്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. എന്റെ ഡയറക്റ്റ് മെന്റർഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കണം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, വ്യക്തമായ ഒരു സ്ട്രാറ്റജിയും പ്ലാനിങ്ങോട് കൂടി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെന്ററിംഗ്. കൂടുതൽ അറിയാനായിട്ടുള്ള നമ്പറുമായിട്ട് 8590840250 എന്നുള്ള നമ്പറിലോട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ മോഡേൺ ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ക്ലാസ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും